കേരളത്തിന്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. കാരണം അവരെന്ത് ചെയ്യുമ്പോഴും ആ നേട്ടം ഉണ്ടാക്കുന്നത്, അതിനെ വരുത്തി തീർക്കുന്നത്, ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽസലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള അതിബുദ്ധിയോടെ, തീഷ്ണ ബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മുൻകാലങ്ങളിലൊന്നും കലയും കലാകാരന്മാരെയും ചേർത്ത് നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കണ്ട് ശക്തിയായിട്ട് കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. ഏതാണ്ട് 2016 മുമ്പ് 2014 തൊട്ട് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്ന കാലം തൊട്ടിട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചത്. അത് നല്ലതോ ചീത്തയോ നിങ്ങൾ തീരുമാനിക്കാം, എനിക്ക് തീരുമാനിക്കാം. മനസ്സുകൊണ്ട് എനിക്കതിനോട് ചേർച്ചയില്ല. കാരണം ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് തന്നെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡിന് പോയി ഒരു ജൂറി അംഗങ്ങൾ കുറെ പേര് ഒരാളെ ഏറ്റവും നല്ല നടനായിട്ട് തീരുമാനിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞ്, അദ്ദേഹം ഒരു മുസൽമാനായതിന്റെ പേര് പറഞ്ഞ് ആ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് ചിലര് മാറി നിൽക്കുക, പ്രസിഡന്റ് മാറി നിൽക്കുക. ഇന്ന് വരെ നമ്മളെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു സാറിന്റെ കാലം തൊട്ടിട്ട് അനുഷ്ഠിച്ചു വരുന്ന സാംസ്കാരിക നായകന്മാർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, ഒരു അംഗീകാരം, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ ഒരു സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് കലാകാരന്മാരെന്നുള്ള തിരിച്ചറിവില് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അവരെ അംഗീകരിക്കാൻ പ്രസിഡന്റ് വന്നു നിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രാവശ്യം പ്രസിഡന്റ് വരാൻ വിസമ്മതിച്ചു.